താരപത്നികളിൽ ഇടയിൽ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു താരപത്നിയായി മാറിയ വ്യക്തിയാണ് രാധിക സുരേഷ് ഗോപി. അതിന് പ്രത്യേകമായിട്ടൊരു കാരണമുണ്ട് എന്നുകൂടി നമ്മൾ പറയേണ്ടതായുണ്ട്. അതിൻ്റെ കാരണമെന്നത് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുക എന്നത് തന്നെയാണ്. രാധിക ഇപ്പോൾ അതായത് ആദ്യ മകളുടെ വിവാഹശേഷം മക്കളെല്ലാം വളർന്നതിന് ശേഷം തൻ്റെ പാട്ട് എന്ന ആഗ്രഹം വീണ്ടും പൊടിതട്ടി എടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തൻ്റെ അതേ കഴിവുള്ള മകളെയും കൂടി കണ്ടതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ താരത്തിനുള്ളത്. മൂത്ത മകൾ ഭാഗ്യ, അതായത് കുറച്ച് നാളുകൾക്ക് മുൻപ് ഗുരുവായൂരിൽ വിവാഹം കഴിഞ്ഞ സുരേഷ് ഗോപിയുടെ മൂത്ത മകൾ അമ്മയെ പോലെ തന്നെ നന്നായി പാടുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഭർത്താവ് ശ്രേയസിൻ്റെ ആവശ്യപ്രകാരം ചന്ദ്രചൂഡ എന്ന ഗാനം മനോഹരമായി ഗിത്താർ വായിച്ചുകൊണ്ട് ആലപിക്കുന്നൊരു വീഡിയോ ആണ് പങ്കുവച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ രാധികയ്ക്ക് സന്തോഷമാകുമെന്ന് ഉറപ്പ് തന്നെയാണ്. 3-4 മക്കളെ വളർത്തിയെടുക്കുന്നതിൻ്റെ പ്രയാസത്തിലും ജീവിതത്തിലും ശരിക്കും പറഞ്ഞാൽ രാധികയ്ക്ക് പാട്ടിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സമയം ലഭിച്ചില്ല. ഇപ്പോൾ 4 മക്കളും 4 ജോലികളായി തന്നെ അവരുടെ തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ രാധികയ്ക്ക് ഇപ്പോൾ ആവശ്യത്തിനധികം സമയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗാനാലാപനത്തിലേക്ക് തിരികെ രാധിക എത്തിയത്. അതോടെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറി. രാധികയോടൊപ്പം സ്നേഹം പങ്കുവയ്ക്കുകയും അതോടൊപ്പം ആശ്വാസം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരുപാട് താരങ്ങളുണ്ട്. താരപത്നികളിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം രാധികയാണെന്നാണ് അവരെല്ലാവരും എപ്പോഴും പറയാറുള്ളത്. ഭാഗ്യയോടും അതുപോലെ മാധവിനോടും ഗോകുലിനോടും ഒക്കെ സ്നേഹമുള്ളവരാണ് അവിടെയുള്ള പ്രേക്ഷകരെല്ലാവരും. ആരാധകർ ഓരോ തവണ ഏറ്റെടുക്കുകയും കേൾക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. ഓരോ തവണ ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റി തന്നെയാണ് എപ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എന്ന് പറയാം. ഇപ്പോഴിതാ ഭാഗ്യ ഗാനാലാപനത്തിലേക്ക് തിരിഞ്ഞു എന്ന് ചോദിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് ഭാഗ്യ ഒരു ഡാൻസ് വീഡിയോ പങ്കുവച്ചിരുന്നു. അതിന് ചുക്കാൻ പിടിച്ചത് ഭാഗ്യയുടെ ഭർത്താവും ദീർഘകാല സുഹൃത്തുമായ ശ്രേയസ് തന്നെയായിരുന്നു. ഭാഗ്യയുടെ വിവാഹത്തിൻ്റെ അന്ന് പ്രേക്ഷകരെല്ലാവരും ശ്രേയസിനെ പരിചയപ്പെട്ടു. അന്ന് മുതൽ പ്രേക്ഷകർ ശ്രേയസിനെ ഫോളോ ചെയ്യാനും വിശേഷങ്ങൾ അറിയാനും തുടങ്ങി. അന്ന് മുതൽ പ്രേക്ഷകർ എല്ലാ കാര്യങ്ങളും ശ്രേയസിനോട് ചോദിക്കുന്നുമുണ്ട്. എല്ലാം വളരെ കൂളായി നേരിടുന്ന വ്യക്തിയാണ് ശ്രേയസ്. ഇടയ്ക്ക് സുരേഷ് ഗോപിയുടെ ജയത്തിന് പിന്നാലെ ഒരു മകനെ പോലെ കൂടെ നിൽക്കുകയായിരുന്നു ശ്രേയസ് ചെയ്തത്. അതൊരിക്കലും പ്രേക്ഷകർ മറക്കില്ല. ഇപ്പോഴും പ്രേക്ഷകർക്ക് ഓർമ്മയുള്ളൊരു കാര്യം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രേയസിന് ഇത്ര ആരാധക പിന്തുണയും. ഓരോ തവണയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷക പ്രീതിയോടെ തന്നെ വളരെ പെട്ടെന്നാണ് ഈ വാർത്ത എല്ലാവരും പ്രീതിയോടെ ഏറ്റെടുക്കുന്നത്. ഓരോ തവണ പ്രേക്ഷകരുടെ സ്വാതന്ത്ര്യം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഭാഗ്യയെക്കുറിച്ച് ചോദിക്കുന്നത്. ഭാഗ്യയോടുള്ള സ്നേഹം കൊണ്ട് തന്നെ പ്രേക്ഷകർ പല രീതിയിൽ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന കാര്യവും പറയുന്നുണ്ട്. ഭാഗ്യയ്ക്ക് വളരെയധികം ആരാധകരുണ്ട്. ഭാഗ്യയുടെ ആരാധകരെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് എന്ന് തന്നെ പറയാം. സുരേഷ് ഗോപിയുടെ കുടുംബത്തിൽ തന്നെയുള്ള ആരാധകരാണ് ഭാഗ്യയുടെ ആരാധകർ. ആദ്യമൊന്നും സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാതെ ഇപ്പോൾ സജീവമായ താരമാണ് ഭാഗ്യ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.